നിങ്ങൾ ഈ പഴയ പല കാസർഗോഡുകാരെക്കാളും മുമ്പ് എനിക്ക് രാജഭവനെ പരിചയമുണ്ട്. അപ്പം അങ്ങനെ ചെറിയ കുട്ടികളായിരുന്നു. എനിക്കൊരു 20 വയസ്സുണ്ടാവും. രാജഭവൻ എനിക്ക് 4 വയസ്സുണ്ടാവും. ഞാൻ 4 വയസ്സുണ്ടാവും. 21 വയസ്സായി. അപ്പം അന്ന് ഒരു 3 ദിവസം രാത്രി ഞങ്ങൾ ഒരുമിച്ച് കാലടിയിൽ നടന്ന സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ക്യാമ്പിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയാം. അത് ഞങ്ങൾ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്ന് രാജകുമാരനെ വിളിച്ച് തിരിച്ചുകൊണ്ട് ഞങ്ങൾ ഞാറ്റുവേല എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനിപ്പോൾ ചില ആളുകൾ കേരളത്തിലെ ഡീപ് സ്റ്റേറ്റിലുള്ള അതിലും എല്ലാവരും രാജകുമാരൻ ഭാഷ നമ്മൾ വിളിക്കാം, എന്നൊക്കെ വിളിക്കും. എന്നാലും എനിക്കെപ്പോഴും അറിയാതെ നമ്മൾ ഈ ശീലിച്ചിട്ട് കാണുന്ന പോലെ അതുകൊണ്ട് അതിന് ആദ്യം ഞാൻ ക്ഷമയൊക്കെയാണ്. എന്നാലും അതിന്റെ കാരണങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ ഇവിടെ വരാൻ വേണ്ടി വിളിച്ചപ്പോ എനിക്ക് രണ്ടും ഒരു മിക്സഡ് ഫീലിങ്സ് ആണ് ഉണ്ടായത്. സംമിശ്രമിക്കാനും മലയാളത്തിൽ രാജഗോപാലൻ വാക്കുകളുടെ പിന്നാലെ പോകുന്ന ഒരാളായതുകൊണ്ട് ആ വാക്കുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഇമ്പോസ്റ്റർ ഫിനോമിന എന്ന് പറയും. അതിന് മലയാളത്തിലൊരു തത്തുല്യമായിട്ടുള്ള വാക്കില്ല, ഇമ്പോസ്റ്റർ ഫിനോമിന. രാജഗോപാലൊക്കെ താല്പര്യം അറിയുന്നുണ്ടാവും, പല പേർക്കും അറിയുന്നുണ്ടോ. അതായത് നമ്മള് നമുക്കൊരു സ്ഥാനം നമുക്ക് കിട്ടിയിരിക്കുന്നു, പക്ഷെ നമ്മുടെ ദരിദ്രമാണ്, നമുക്ക് അർഹതയില്ലാതെ കിട്ടിയതാണ്. ഏതോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടോ മറ്റോ ഇവിടെ വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രാജവല്ല എന്നെ വിളിച്ചപ്പോൾ ആരോഗ്യവും വിളിക്കാൻ നോക്കി, കുറേ വിളിക്കാൻ നോക്കി, കിട്ടിയില്ല. അങ്ങനെ പകരം വിളിച്ചതൊക്കെ അങ്ങനെ ആശ്വസിക്കാൻ നോക്കി. എന്നാൽ പോലും എനിക്ക് അർഹതയില്ലാതെ ഇമ്പോസ്റ്റർ ഫിനോമിന. കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി എളിമയാക്കി പറഞ്ഞാൽ ഭാരതപ്പുഴയ്ക്ക് വടക്ക് രാജകുമാരനേക്കാളും ഒരു പ്രഭാഷകനില്ല. അതുമില്ലാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ തന്നെ സത്യാനന്ദൊക്കെ അങ്ങനെ ഏറ്റവും നല്ല ഗദ്യം എഴുതുന്ന ഒരേ ഒരാളെന്ന് രാജകുമാരനെ പറ്റി പറയുന്നത് ഈ പുസ്തകം. മലയാളത്തിലെ ഏറ്റവും നല്ല ഗദ്യം എഴുതുന്നത് ഇന്നത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ ഭാരതപ്പുഴയ്ക്ക് വടക്ക് ഏറ്റവും നല്ല പ്രഭാഷകൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വിനയം, കുറച്ച് വെള്ളം ചേർക്കാതെ കഴിച്ച കരളിലൊന്നും നല്ലതല്ലെന്ന് പറഞ്ഞത് കുറച്ച് വെള്ളം ചേർത്ത് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ പരിപാടിക്ക് വന്നിട്ട് നിങ്ങൾ ഇരുവരും സംസാരിക്കില്ല, രാജകുമാരൻ സംസാരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവർ വലിയൊരു ട്രാജഡിയുടെ ഒരു മാനം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രഭാഷകന്റെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് ഒരു സ്വയം എന്നേക്കാളും നല്ല പ്രഭാഷണം ചെയ്ത് ആരും ഉണ്ടാവില്ല. ഈ പുസ്തകത്തിന് ഒന്ന് എന്താ പറയുക, പുസ്തകം പ്രകാശനം ചെയ്ത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ചൂഴൽ, അങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ട് ഇമ്പോസ്റ്റർ ഫിനോമിന. പിന്നെ ഞങ്ങള് ഈ ഇമ്പോസ്റ്റർ ഫിനോമിന അപ്പുറത്തൊരു ഓപ്പോസിറ്റ് പറഞ്ഞു. ഇമ്പോസ്റ്റർ ഫിനോമിന നമുക്ക് അർഹതയില്ലാത്ത സ്ഥലത്ത് കയറി നിന്നിട്ടാണല്ലോ പ്രസംഗിക്കണം എന്നുള്ളൊരു ഞാൻ പറഞ്ഞു. അങ്ങനത്തെ നമുക്ക് അർഹതപ്പെടാത്തൊരു ജോലി നമുക്ക് കിട്ടിയല്ലോ, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഒന്ന് കിട്ടിയതാണ് നമുക്ക് ചോദിക്കുന്ന പോലെ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡണ്ണിങ് ക്രൂഗർ എഫക്ട് എന്ന് പറയുന്ന സാധനം. ഇത് കഴിഞ്ഞ എന്റെ ഈ പങ്ക്തി ഞാൻ പറ്റി എഴുതിയിട്ടുണ്ട്. ഈ നമ്മുടെ വൈശാഖൻ തമ്പിയുടെ ഒരു പ്രസംഗത്തിൽ നിന്ന് അത് കേട്ടിട്ടുണ്ടായി. അങ്ങനെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്ട്. ഡണ്ണിങ് ക്രൂഗർ എന്ന് വെച്ചാൽ കേരളത്തിൽ നല്ലോണം നടപ്പുള്ളൊരു പരിപാടിയാണ്. അതായത് നമുക്ക് വലിയ വിവരമൊന്നും വലിയ കാര്യത്തെ പറ്റി, പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഗംഭീരമായിട്ട് ഇപ്പോൾ ഞാൻ സുപ്രീം കോടതി പോലും ഇന്നലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന പ്രസംഗം അവരുടെ റെഫറൻസിൽ സുപ്രീം കോടതി പോലും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോകാത്ത ആൾക്കാർ പോലും ഡണ്ണിങ് ക്രൂഗർ എഫക്ട് ഉള്ള ആൾക്കാരാണ്. ഞാൻ ഇമ്പോസ്റ്റർ ഫിനോമിനയുടെ നേരെ ഓപ്പോസിറ്റുള്ള സാധനം എല്ലാത്തിനെയും പറ്റി ആധികാരികമായിട്ട് അഭിപ്രായമാണ്. കേരളത്തിൽ കുറച്ച് കൂടുതലുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ അതിൽ രണ്ടും കൂടിയിട്ടുള്ള, അതായത് ഞാനിവിടെ എന്നെ വിളിക്കുമ്പോൾ ഈ കാഞ്ഞങ്ങാട് പി കുഞ്ഞിരാം നായർ സ്മാരകത്തിലാണ് നടക്കുന്നത് പറയുമ്പോൾ അതാണ് എൻ്റെ ഒരു ഡണ്ണിങ് ക്രൂഗർ. എനിക്ക് കുഞ്ഞിരാമൻ നായരെ പറ്റി പറയണമെന്നുള്ള വലിയ ആഗ്രഹം. അതാണ് എൻ്റെ ഡണ്ണിങ് ക്രൂഗർ. എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള യോഗ്യത ഉണ്ടോന്ന് ഞാൻ ആലോചിക്കുക. കാരണം രാജഗോപാലിനെ പറ്റി, രാജഗോപാലിന്റെ പുസ്തകത്തെ പറ്റി പറയാൻ യോഗ്യത ഉണ്ടോ എന്ന് ആലോചിക്കാൻ എനിക്കൊരു വറിയുണ്ടെങ്കിലും, കുഞ്ഞിരാമൻ നായരെ പറ്റി അങ്ങനെ പറയാൻ എനിക്ക് ഒരു വറിയില്ലെങ്കിലും, പക്ഷെ യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് ഉണ്ട്. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിലെ കുഞ്ഞിരാമൻ നായരുടെ കവിതയുടെ വലിയൊരു ഫാൻ ബോയ്, ഒരു വലിയ ഫാൻ ബോയ് മൊമെന്റിനാണ് ഇപ്പൊ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ ഇതിന്റെ ഈ മുകളിൽ കയറി നിൽക്കുമ്പോൾ കുഞ്ഞിരാമൻ നായർ അദമ്യമായ അടങ്ങാത്തൊരു ആരാധന. അദ്ദേഹം മരിച്ചു കിടന്നതെന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരത്ത് CP സത്രത്തിൽ പോയി അദ്ദേഹം മരിച്ചു കിടന്ന റൂമേന്ന് അന്വേഷിച്ച് പോയി രാത്രി ഞാൻ താമസിക്കുന്നത്. 15 രൂപയാണെന്ന് പാടാം 90കളിൽ. അദ്ദേഹം മരിക്കുമ്പോൾ AK ആന്റണി ആയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുകയായിരുന്നു.
അത് കഴിഞ്ഞ് പിൽക്കാലത്ത് കാലടി ക്യാമ്പിൽ വെച്ച് രാജഗോപാലിനെ കാണുമ്പോൾ രാജഗോപാൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, പിയുടെ ഒരു അകന്ന ബന്ധുവാണെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ പിയുടെ കവിതകളും അതുപോലെ അദ്ദേഹത്തിന്റെ 3 ആത്മകഥകളെല്ലാം വായിച്ച് കേരളം മുഴുവൻ ജീവിച്ച ഒരു അവധൂതനെ പോലെ ജീവിച്ച് നടന്ന വലിയ നമ്മുടെ ഭാഷയുടെ മഹാബലി എന്നൊക്കെ പറയുന്ന കവിയുടെ ഒരു വലിയ ആരാധകൻ എന്ന നിലയ്ക്കുള്ള അഹങ്കാരത്തോടുകൂടി കാരണം ഒരു വായനക്കാരനിടയ്ക്കുള്ള ഒരു അഹങ്കാരം ഉണ്ടാവും. ഒരു അതിനെ ഗണ്ണിംഗ് ക്രൂഗർ എഫക്റ്റിനെ പോലും മറപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഒരു വലിയ ആത്മവിശ്വാസം നമുക്ക് തരും പിയുടെ ഓർമ്മ. ആ ഒരു ഓർമ്മയുടെ പുറത്താണ് ഇവിടെ വരാൻ ധൈര്യപ്പെട്ടത്. എനിക്ക് ഒന്നുകൂടി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചരിപ്പ് ഒന്നും നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഭാഷാ കണ്ടതിൽ ഏറ്റവും ഗംഭീര പ്രഭാഷകന്മാരിൽ ഒരാളാണ് രാജഗോപാലൻ. ഇവിടെ സ്വാഗത പ്രശ്നത്തിൽ പറഞ്ഞു കവിത എഴുതിയും കഥ എഴുതിയും തോൽക്കുന്നവരാണ് നിരൂപകന്മാരാകുന്നത്. ഞാൻ ഒരു രാജഗോപാലൻ പറഞ്ഞ ക്രിയേറ്റീവായിട്ടില്ലായിരുന്നു, നല്ല കവിയാണെങ്കിൽ പറയുമെങ്കിലും കുറച്ച് നല്ല എഴുതി. രാജഗോപാലനാണെങ്കിൽ കേതു എന്ന നാടകം ശശിധരമാർക്കായിരുന്നു എഴുതിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ രാജഗോപാലൻ ഒരു തികഞ്ഞ ഒരു എന്താ പറയുക, നമ്മുടെ ഭാഷയിലെ നിരൂപണ സാഹിത്യം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ശോഷിച്ച നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എല്ലാവരും വീണ്ടും തെറ്റിട്ട് പറയുന്നത് കുറച്ച് നമുക്ക് എണ്ണിയെടുക്കാവുന്ന പേര് അവർ ഭൂരിപക്ഷം പേരും ഇതിൽ എഴുതിയിട്ടുള്ളൂ ഈ നമ്മുടെ ഇന്നത്തെ നിരൂപകന്മാർ. അപ്പൊ അതില് പലരും പറയുന്നുണ്ട് മലയാളത്തിന്റെ കഥയുടെ ഏറ്റവും വലിയ കഥാനിരൂപകനായിട്ടാണ് ഇതിൽ രാജഗോപാലൻ വായിക്കുന്നത്. അതുപോലെ അങ്ങനെ ഒരുപാട് വലിയ രാജഗോപാലിൻ്റെത് മാത്രമായ എന്താ പറയാ സംഭാവനകൾ പല കോണുകളും. അപ്പൊ നമ്മൾ ഈ പ്രായത്തിൽ ഇപ്പോൾ ചെറുപ്പമാണെന്ന് ഞാൻ കരുതുന്നത്, എന്നെക്കാളും 3-4 വയസ്സ് മൂത്താണെങ്കിലും കാഴ്ചയിലായാലും സമീപത്തിലായാലും നമ്മളെക്കാളും പലരെക്കാളും വളരെ ചെറുപ്പമാണ്. ഒരു കുട്ടിയെ ഉദാഹരണത്തിന് രാജഗോപാലിന്റെ ഒരു 5-6 പേര് ഈ പുസ്തകത്തിൽ പറയുന്ന രാജഗോപാലിന്റെ വാക്കുകൾക്ക് പുറകെയുള്ള രാജഗോപാലിന്റെ എനിക്ക് എൻ പ്രഭാകരൻ അതൊരു പരാതി പോലായിട്ട് പോയി പറയുന്നുണ്ട്. ശാഖാസംക്രമണം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്റർനെറ്റിലാണ് ഭയങ്കരമായിട്ട് വരുന്നത്. നമ്മുടെ ഈ ഹൈപ്പർ ലിങ്ക് തൊട്ടിട്ട് നമ്മൾ നോക്കണത് ഇത് മറന്നു. അപ്പൊ ഞാനതിന് ഹൈപ്പർ ലിംഗാഷ്ടകം കൊണ്ടൊരു ലിംഗാഷ്ടകം തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നെറ്റിലിരുന്ന് നമ്മൾ എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് മറന്നുപോയിട്ട് നമ്മൾ ഈ ഹൈപ്പർ ലിങ്കത്തിന്റെ തൊട്ടിട്ട് ലിംഗാഷ്ടകം പോലെ ഹൈപ്പർ ലിംഗാഷ്ടകം എഴുതേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കാട് കയറ്റി നമ്മളിങ്ങനെ മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ എനിക്ക് പറഞ്ഞ രാജഗോപാലിന്റെ ഒരു പ്രിയപ്പെട്ട മാധ്യമമായ നാടകത്തിൽ കാഞ്ഞൽ സീതയിൽ കാഞ്ഞൽ സീതയില് സുമിത്ര ഊർമിളോട് പറയുന്നുണ്ട്, ആണുങ്ങൾ ബഹുകായിക വ്യക്തികളാണ്, നിന്റെ സാന്നിധ്യം പെണ്ണുങ്ങളുടെ സാന്നിധ്യം ആണിനെ അറിയിക്കേണ്ടത് പെണ്ണിന്റെ കടമയാണെന്ന് പറയുന്നത്. ആണുങ്ങൾ ബഹുകായിക വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ ഒരു തികഞ്ഞ ആണത്വമെന്ന് മോശമല്ലാത്ത രീതിയിൽ പറയണം. ആണത്വം പൊളിറ്റിക്കലി കറക്റ്റ് വാക്കല്ല എങ്കിലും രാജഗോപാലിന്റെ നിരൂപണം വായിക്കുമ്പോഴാണ് നമുക്ക് ഈ ബഹുകായിക വ്യഗ്രതയുടെ ഒരു എന്താ പറയുക വളരെ സമ്പന്നമായ ഒരു എവരോസ്കോപ്പിംഗ് എഫക്ട് നമുക്ക് കാണാം. അതിൽ എല്ലാവരും എടുത്തു പറയുന്നത് അതിൽ തന്നെ വാക്കുകളുടെ പറയുന്ന എനിക്ക്. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ഇവിടെ കാണിയായിട്ടെങ്കിലും ഇരിക്കാൻ വലിയ യോഗ്യത എന്ന് പറയുന്നത് എനിക്കും അത്തരത്തിലുള്ള സമാനമായ താല്പര്യം. വാക്കുകളുടെ പുറകെ പോകാനുള്ള ഇത് ഈ നിരൂപണം വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പലരും രാജഗോപാലിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാജഗോപാലിന്റെ ഒറിജിനൽ റൈറ്റിംഗ്സ് വായിക്കുന്നു. അപ്പൊ അതിലെല്ലാം നമുക്ക് വളരെയധികം നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ രാജഗോപാലിന്റെ ഈ വാക്കുകളുടെ പുറകെ പോകുന്ന ഒരു എന്താ പറയാ ഒരു സ്കൂൾ മാഷായിരുന്നു. വളരെ സ്കൂൾ മാഷായിട്ട് തിരിച്ചു ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഒരു സ്കൂൾ മാഷ്മാർക്കൊരു ചില മാഷ്മാരൊക്കെ കണ്ടാൽ എന്റെ വീട്ടിൽ പറയും മാഷ്മാരുണ്ട്, എന്റെ അമ്മയും എന്റെ ചേച്ചിമാരും എല്ലാവരും വീട്ടിൽ പറയാൻ മാഷ്മാർ. ഇവരുടെ ഒരു അധ്യാപക ഭാവമാണ്, എല്ലാവരെയും പഠിപ്പിച്ചറിയാൻ വന്ന ഒരു ഭാവമുണ്ട്. അവരുടെ അമ്മമാരെ അച്ഛനമാരെ പഠിപ്പിച്ചറിയാം. അപ്പൊ ഒരു അധ്യാപക ഭാവമുണ്ട്. ഒരു ഇംഗ്ലീഷിൽ പാപ്പുണ്ടാവുന്ന ഒരു ടീച്ചേഴ്സ് മാനിയ. അപ്പൊ ഈ ഇവിടെ കുറച്ചു കാലം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രോഗം പിടിക്കും. എനിക്കുള്ള അധ്യാപകന്മാരിൽ അങ്ങനെ ഒരു എക്സെപ്ഷൻ രാജഗോപാലൻ മാത്രം. സ്കൂളിൽ ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ ഒരു ആകാംക്ഷയോട് കൂടിയാണ് ചില വാക്കുകൾ എല്ലാം മറന്നെങ്കിൽ പോണത് എഴുതിക്കൊണ്ടിരുന്നത്. ഭയങ്കര രസമാണ് അത് കാണുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അത് അനുകരിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പോലും ഞാനും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ചില വാക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ച് നേരം ഹൈപ്പർ ലിങ്കിൽ തട്ടി നമ്മൾ അതിന്റെ വഴിക്ക് കുറേ പോകും. അപ്പൊ അതിനെയാണ് ഞാൻ പ്രഭാകരൻ ഈ പുസ്തകത്തിൽ വിമർശിക്കുന്നു ഞാൻ പറയുന്നത്. നമ്മുടെ എന്താ പറയാ ശാഖാശങ്കരം എന്ന ഒരു
കരുതപ്പെട്ട വാക്കാണ് നമുക്ക് മലയാളം വാക്കുണ്ടാക്കുന്നത്. മുമ്പിൽ വാനരന്റെ സ്വഭാവം. അപ്പോൾ വാനരന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ കുഞ്ഞിരാമനാരാണ്. തിരുവോണത്തിന്റെ നക്ഷത്രത്തെ പറ്റി തിരുവോണം ഞാനൊരു തിരുവോണക്കാരനാണ്. ഒരു അഡീഷണൽ ഇതാണ് കുഞ്ഞിരാമനാരെ ആരാധിക്കാനായിട്ട്. തിരുവോണത്തിന്റെ നക്ഷത്രം ദുരമാണെന്ന് അദ്ദേഹത്തിന്റെ വലിയ ആത്മകഥയുടെ അവസാനത്തെ അദ്ദേഹത്തിന്റെ ജാതകത്തിനായിട്ട് അദ്ദേഹം പറയുന്നത്. അതുപോലെ നഷ്ടം ചോദ്യമുണ്ട്. നഷ്ടം ചോദ്യമുണ്ട്. കുഞ്ഞിരാമനാര് തിരുവോണമൊന്നുമില്ല. അപ്പോ ഈ ശാഖാചക്രമാണ് കുരങ്ങന്റെ സ്വഭാവം. ഒരു കൊമ്പിൽ നിന്ന് കൊമ്പിലേക്ക് ചാടിപ്പോകുന്ന ഒരു വലിയ സ്വഭാവമാണ്. അപ്പൊ ഇതിൽ ഷാജി ജേക്കബിന്റെ ഇതിലെ പ്രധാനപ്പെട്ട നല്ല ലേഖനങ്ങളിലൊന്ന് ഷാജി ജേക്കബിന്റെ ലേഖനമാണ്. ഞാൻ അത് വേറെ എവിടെയോ അച്ചടിച്ചു വന്നതാണ് പറഞ്ഞാൽ ഇതിനു വേണ്ടി എടുത്തതാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഭയങ്കര രസമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും അവർ തമ്മിൽ തമ്മിൽ കണ്ടുമിണ്ടി. ഖസാക്കിലെ ആൾക്കാരെ പറ്റിയിട്ടാണ്. ഖസാക്കിലെ ആൾക്കാര് ഖസാക്കിലല്ല, സോറി, നമ്മുടെ കടൽ തീരത്ത് എന്ന് പറയുന്ന ഗംഭീരമായ ഒറീജിന്റെ കഥയില് മിക്ക ദിവസങ്ങളിലും അവർ തമ്മിൽ തമ്മിൽ കണ്ടുമിണ്ടി. അതിനുള്ള മനസ്സ് ഒരിക്കലും വേണ്ടെന്ന് വെച്ചില്ല. അതിനുള്ള മനസ്സ് ഒരിക്കലും വേണ്ടെന്ന് വെച്ചില്ല. പ്രാക്ടിക്കലായിരിക്കും. സന്നദ്ധതയെ മനസ്സ് എന്ന് വിളിക്കുന്ന ഭാഷകൾ ഏറെ ഉണ്ടാകുന്നു. അതിനുള്ള മനസ്സ് ഒരിക്കലും വേണ്ടെന്ന് വെച്ചില്ല. അതിനുള്ള സന്നദ്ധതാണ്. പക്ഷെ നമ്മുടെ ഭാഷയുടെ വളരെ ഒരു മോശം ഒരു മോഡേൺ ഒരു അവർക്ക് ഭാഷയായിട്ടാണ് ഞാൻ എന്റെ ഭാഷയെ വിചാരിക്കുന്നത്. പക്ഷെ രാജപാലനെ പോലുള്ള ആളുകൾ ഇങ്ങനത്തെ കുറെ കാഴ്ചകൾ കാണിച്ചു തരുമ്പോഴാണ് അവർക്ക് മാത്രം കണ്ടിട്ടുള്ള വാതായനങ്ങളിലൂടെ ചില സാധനങ്ങൾ കണ്ടത്. അപ്പോഴാണ് മനസ്സിന്റെ വളരെ, അതായത് ഒരു ഭാഷയുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ അതിന്റെ നാനാർത്ഥങ്ങളിലേക്കും അതിന്റെ ക്രിയയെ എന്താ പറയാ നാമത്തെ ക്രിയയാക്കാനൊക്കെ അതിന്റെ വഴക്കങ്ങളിലൂടെയാണ് നമുക്ക് ഇംഗ്ലീഷിനെ നോക്കി അറിയാൻ പറ്റും. അതിന്റെ വലിയ വളർച്ച എന്ന് പറയുന്നത് ഈ നാമപദങ്ങളിൽ നിന്നും സ്പെല്ലിംഗ് മാറ്റാതെ തന്നെ അതിനെ ക്രിയാപദങ്ങളാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ പഠനം. വാക്ക് എന്ന് പറയുമ്പോൾ നടത്തമെന്നും നടക്കുക എന്നും അർത്ഥമാവുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചെറിയ വാക്കുകളിൽ നിന്ന് പോലും അതിൽ നിന്നിന്റെ വെർബ് ഉണ്ടാവുന്ന അതിന്റെ ക്രിയ ഉണ്ടാവുന്ന അംശങ്ങൾ നോക്കുമ്പോൾ അതുപോലുള്ള നമ്മുടെ ഭാഷയ്ക്കും അതിനൊരു വലിയ സ്കോപ്പ് ഉണ്ടെന്ന് കാണിച്ചു തരുന്ന വലിയ നോട്ടങ്ങൾ ഇതുപോലെയുള്ള നോട്ടങ്ങളുണ്ട്. അപ്പൊ അതുപോലെയുള്ള എനിക്ക് തോന്നുന്നു രാജാവാന്റെ വായനക്കാരെന്ന നിലയിൽ എനിക്ക് വളരെയധികം അതിന്റെ എന്താ പറയാ മുഗ്ധനാക്കി വളരെ അതിനെ ആഴത്തിൽ എന്നെ അതിലേക്ക് പിടിച്ചെടുത്തിട്ടുള്ള ഈ വാക്കുകളോട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഓരോരുത്തരും അവനവനും വേണ്ടുന്ന സാധനം കണ്ടുപിടിക്കും എന്ന് പറയുന്ന പോലെ അന്തർദിൻ തുമ്പിയോഗമ്പോ എന്ന് പറയുന്ന പോലെ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് എഴുതാൻ തോന്നുന്നത് തന്നെയാണ്. അന്തർദിൻ തുമ്പിയോഗമ്പോ പള്ളയോ തൊട്ടിടഞ്ഞ് ആറ്റൂരേക്ക് പറഞ്ഞ കുഞ്ഞാമരെ പറ്റി എഴുതണം. അന്തർദിൻ തുമ്പിയോഗമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാ എനിക്ക് കൊതി നിൻകാഞ്ഞങ്ങ് അട്ട് വന്നൊന്ന് പോകണമെന്ന് എഴുതണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്തർദിൻ തുമ്പിയോഗമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാ എനിക്ക് കൊതി നിൻകാഞ്ഞങ്ങ് അട്ട് വന്നൊന്ന് പോകണം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കാഞ്ഞങ്ങാട്ട് വന്ന് പ്രസംഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ രാജഗോപാലിനെ വായിക്കുമ്പോൾ എനിക്ക് രാജഗോപാലിന്റെ എഴുത്തുകളിലെ ആനവാൽമോചനങ്ങളുണ്ട്. ഈ വാക്കുകൾക്ക് പുറകെ പോകുന്ന രാജഗോപാലൻ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോഴാണ്, അതായത് ഈ ഇത്ര എന്താ പറയാ ഒരു എഴുത്തുകാരൻ ഒരു ഭാഗ്യമാണ്. അതിന് ഭാഗ്യവും അതിന്റെ അർഹതയും ഒരുമിച്ച് നേടിയ അപൂർവ എഴുത്തുകാരാജഗോപാലൻ. അതായത് ചെറുപ്രായത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരം വലിയൊരു പുസ്തകം, അതായത് ഇതിന് 280 പേജുകളെന്ന് മാത്രമല്ല, മഹാരഥന്മാരായ വലിയ ആളുകൾ ആത്മാർത്ഥതയോടെ ഉള്ളു തുറന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാവുന്നു എന്നുള്ളൊരു വലിയ പ്രാധാന്യമുണ്ട്. ഒരാള് ചെറുപ്പത്തിൽ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളരെ വലിയ ഒരു എന്താ പറയുക റേറിറ്റി, എക്സെപ്ഷൻ. ഇതിൽ തന്നെ രാജഗോപാലന്റെ രാഷ്ട്രീയത്തിന് നേരെ എതിര് നിൽക്കുന്ന ആളാണ് ഷാജി ജേക്കബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജഗോപാലൻ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, നിങ്ങൾ ഭൂരിപക്ഷം ആളുകളെയും പോലെ ഇടപക്ഷത്ത് നിൽക്കുന്ന ഒരു വലിയ പ്രഭാഷകനാണ്. പക്ഷെ രാജഗോപാലിന്റെ രാഷ്ട്രീയം പങ്കിടാത്ത ഷാജി ജേക്കബിനെയും പി കെ രാജശേഖരനെ പോലെയുള്ള വലിയ നിരൂപകര്, രാജഗോപാലിനെ പോലെ തലപ്പൊക്കമുള്ള വലിയ നിരൂപകര് ഇതിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷാജി ജേക്കബിന്റെ ലേഖനത്തിൽ ഞാൻ കാര്യങ്ങൾ പറയുകയും ചെയ്തു. വളരെ വിശേഷപ്പെട്ട ഒരു പഠനമായിട്ട് നിങ്ങളത് വായിക്കണം. അതുപോലെ പലരുടെയും ലേഖനങ്ങൾ, സജയുടെ ലേഖനമായാലും സുനിൽപ്പിയുടെ ദീർഘലേഖനമായാലും അതെല്ലാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നപ്പോൾ എനിക്ക് ഒന്നുകൂടി രാജഗോപാലിനെ വായിക്കണം. അതുപോലെ തന്നെയാണ് ഇതിന് ശാരദക്കുട്ടി എഴുതിയത്. രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ അതിൽ ഓരോ കഥകൾ നമുക്ക് വീണ്ടും വായിക്കുന്നത്. അപ്പൊ എനിക്ക് അടുത്ത പതിപ്പ് വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാവുന്നതാണ്.
ഓരോ ലേഖനത്തിലും 49 മലയാളത്തിലെ 49 കഥകളെ പറ്റിയുള്ള ഗംഭീരമായ പഠനം ഉൾപ്പെടുന്നത് മാതൃകാശുപത്രിയില് സുഭാഷചന്ദ്രൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു പത്രാധിപരെ കൊണ്ട് എരന്ന് വാങ്ങിപ്പിച്ച ലേഖനങ്ങളാണ്. അതായത് നമ്മുടെ രാജഗോപാലിനെ പോലുള്ള വളരെ അപൂർവ എഴുത്തുകാരോടാണ് പത്രാധിപരുടെ എരന്ന് വാങ്ങുന്നത്. നമ്മളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടൊക്കെയാണ് സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത്. രാജഗോപാലിനെ പോലെ അപൂർവം എഴുത്തുകാർക്കാണ് ഒരു പത്രാധിപര് പച്ചയ്ക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ എരന്ന് വാങ്ങുന്ന എഴുത്തുകാരനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ നേട്ടം ഈ ടിപ്പു സുൽത്താനെ രാജഗോപാലിന്റെ സമീപകാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ എന്താ പറയുക ഉൾക്കഥ എന്ന് പറയുന്ന പുസ്തകത്തില് ഭയങ്കര രസകരമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കഥകളൊന്നുമല്ല പറയുന്നത്. തകഴിയുടെ കഥയാണെങ്കിൽ എല്ലാവരും വെള്ളപ്പൊക്കത്തിൽ പ്രതീക്ഷിക്കുമ്പോൾ രാജഗോപാലൻ വേറൊരു കഥയെ പറ്റിയാണ്. അതുപോലെ എനിക്ക് പറയുന്ന 49 പേരുടെയും കഥകൾ അവരുടെ വളരെ ഏറ്റവും പ്രസിദ്ധമായ കഥകളെ പറ്റിയല്ല. അതേസമയം അവരുടെ വലിയ വായനക്കാരൻ തകഴിയുടെ വലിയ വായനക്കാരൻ അഭിനയിച്ചിരുന്ന ആളാണ്. അപ്പൊ തകഴിയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് വേറെ കഥകളുണ്ട്. ഒരു അതുപോലെയുള്ള പൊക്കത്തെ പോലത്തെ ഒരുപാട് അതിനെ പറ്റി ഒന്നുമല്ല. അങ്ങനെയുള്ള ഭയങ്കര രസകരമായ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു കഥാകൃത്തിനെ പറ്റി ഞാൻ ഇപ്പൊ ഒന്നുകൂടി വരുന്ന വഴിക്ക് ട്രെയിനിൽ ഒന്നുകൂടി വായിച്ചു. അപ്പൊ രാജഗോപാലിന്റെ ഒരു 5 പുസ്തകങ്ങൾ ഇത്തിരി കനപ്പെട്ടതാണെങ്കിലും ഞാൻ എന്തോ ഇഷ്ടം കൊണ്ട് എന്റെ ബാഗിൽ അത് എടുത്തു. അപ്പോ ബാഗിൽ വിലപ്പെട്ട എന്തോ എന്റെ ലാപ്ടോപ്പും രാജഗോപാലിന്റെ പുസ്തകങ്ങൾ ട്രെയിനിൽ നിന്ന് 6 പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ആ പുസ്തകങ്ങളോടുള്ള എന്തോ ഒരു ഭൗതികമായ ഒരു അറ്റാച്ച്മെന്റ് സംഭവം. രാജഗോപാലിന്റെ എനിക്ക് ഒരു പുസ്തകം രാജഗോപാലൻ എനിക്ക് വായിച്ചു തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയ ആണ് ഞാൻ. അപ്പൊ ഞങ്ങള് ഇതിൽ ഈ എന്റെ പ്രിയപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് പെരുമാമുടികാരനായ സി അയ്യപ്പനാണ്. സി അയ്യപ്പന്റെ നിരവധിയാണി എന്ന് പറയുന്ന കഥയെ പറ്റി രാജഗോപാലൻ എഴുതിയിട്ടുണ്ട്. നിങ്ങള് ഈ ഉൾക്കഥ എന്ന് പറയുന്ന പുസ്തകം മേടിച്ചിട്ട് ആ കഥയെ പറ്റിയെങ്കിലും വായിക്കണം, ആ കഥ പോലും വായിക്കണം. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ മലയാളം പഠിപ്പിക്കാൻ വന്നിരുന്ന ഒരേ ഒരു കാര്യപ്പെട്ട മാഷായിരുന്നു സി അയ്യപ്പൻ. അന്ന് സി അയ്യപ്പൻ മലയാളത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കഥകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഇതിനെ പറ്റി കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ കണ്ണൂര് കോളേജിലത്തെ സംഭവം ജാതിപരയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പിന്നോട്ടുള്ള ഒരു സംഭവമായിട്ടൊക്കെയാണ് ഞങ്ങള് അന്ന് മഹാരാജ് കോളേജ് TR എന്ന് പറയുന്ന വലിയ മഹാനായ കഥാകൃത്ത് പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോ വായിക്കുമ്പോൾ എനിക്ക് TR-നേക്കാളും വലിയ നമ്മുടെ എല്ലാ വലിയ സോക്കോൾഡ് വിമതരായ അല്ലെങ്കിൽ എന്താ പറയാ മുഖ്യധാരയിൽ നിന്ന് മാറിയെന്ന വലിയ എഴുത്തുകാർ പട്ടത്തുള്ള അതുപോലെ വലിയ എഴുത്തുകാരെക്കാളൊക്കെ വലിയ എഴുത്തുകാരായിട്ട് എനിക്ക് ഇപ്പൊ വായിക്കുമ്പോൾ സി അയ്യപ്പനെ തോന്നുന്നത്. സി അയ്യപ്പനെ വായിക്കും സി അയ്യപ്പനെ ഒരു കഥയെ പറ്റി എന്റെ ഈ പങ്ക്തിയിൽ എഴുതിയിരുന്നു. അതായത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് വളയം ചിറങ്ങര അടിച്ചു നോക്കണം. ഒരു സാഹിത്യ ഗൂഗിളിലല്ല നോക്കണം, ഗൂഗിൾ മാപ്പിൽ പോയിട്ട് വളയം ചിറങ്ങര അടിച്ചു നോക്കുമ്പോൾ പെരുമാവൂർ അടുത്ത് വളയം ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലം വരും. അപ്പൊ വളഞ്ഞു കിടക്കുന്ന എന്റെ കൈപോകാലം വളഞ്ഞു കിടക്കുന്ന ഒരു കുളമുണ്ട്. വളഞ്ഞ ഒരു ചിറയുടെ കരയാണ് സ്ഥലം. ഈ സി അയ്യപ്പന്റെ കഥയുടെ പേര് തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു കാവൽ ഭൂതം എന്ന കഥ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ അതുപോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് കഥാകൃത്തുക്കളുടെ വലിയ പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പുസ്തകം വായിക്കുമ്പോൾ ശാരദകുട്ടിയിൽ എഴുതുകയാണ്, ഉടനെ പോയി നമുക്ക് ആ കഥ വായിക്കാൻ തോന്നുന്നു. അതായത് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന കഥയെ പറ്റി രാജഗോപാലൻ എഴുതിയിരിക്കുന്നു. അതുവരെ ആരും എഴുതാത്തിരിക്കുന്നു. അതായത് ആ ഇടുക്കം വെള്ളപ്പൊക്കത്താൽ ഇടക്കുന്ന ആ പ്രദേശം ആധുനികതയുടെ വരവിനെ ഏറ്റുവാങ്ങുന്ന കേരളമാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ തകഴിയൊക്കെ ചെറിയ എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഇപ്പൊ ഒരാവശ്യമില്ലാത്ത ഒരുതരം പ്രചാരണമാണ്, ഒരു പ്രസക്തിയില്ലാത്ത രീതിയിലുള്ള ഒരു അപഭ്രംശമാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല ഒരു എഴുത്തുകാരൻ നമ്മൾ വായിക്കുന്നത്. ഒരു ഏതെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മൺമറഞ്ഞു പോയി ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രശസ്തനായ ഒരു എഴുത്തുകാരനെ കൈവരിച്ച് കാണിച്ചുകൊണ്ടല്ല ഈ മറഞ്ഞു കിടക്കുന്ന എഴുത്തുകാരാണ് നോക്കിയിട്ടുണ്ട്. മറഞ്ഞു പോയ തകഴിയേക്കാൾ വലിയ എഴുത്തുകാരുണ്ടെങ്കിൽ തകഴിയേക്കാൾ ഒരു എഴുത്തുകാരാണെന്ന് പറയും ഒരു എഴുത്തുകാരനെ പറ്റി. തകഴിയെ മോശമാക്കി വെക്കുന്ന കാര്യമില്ല. അപ്പൊ അതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വലിയ പഠനമായിട്ടാണ് എനിക്ക് ഈ വെള്ളപ്പൊക്കത്തിനെ പറ്റി പറയുന്നത്. അതുപോലെ മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിനെ പറ്റി രാജഗോപാലൻ പറഞ്ഞ വാക്യം ഇതിൽ ശാരദകുട്ടി ഓണിക്കുന്നത്. മാധവിക്കുട്ടിയുടെ ഏറ്റവും മനോഹരമായ ചെറുകഥ അവരുടെ മതം മാറ്റമായിരുന്നു രാജഗോപാലൻ. അതിന്റെ മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിന്റെ എല്ലാ പ്രസ്താവനകളെയും റദ്ദാക്കുന്നതാണ് രാജഗോപാലന്റെ ഈ ഒറ്റ വാക്യമെന്നാണ് ഈ ശാരദകുട്ടി ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അടുത്ത കഥയുടെ പതിപ്പില് സംസാരിച്ചിട്ട് അത് കോപ്പറേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. പല കഥകളിൽ 49 പഠനത്തോടൊപ്പം
ആ 49 കഥകളും കൂടി ചേർത്ത്. കാരണം ഇപ്പോൾ നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യ ശാഖയായിട്ട് നമ്മുടെ നോവലിന്റെ കാലത്തെയും വലിയ കാലം, നമ്മുടെ മലയാള നോവലിന്റെ ഏറ്റവും പുഷ്കലമായ ഒരു കാലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി വലിയ നോവലുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എനിക്ക് രാജഗോപാലോട് പറയാനുള്ളത്, ഇത്രയധികം വായിച്ചു, രാജഗോപാലിന്റെ ഈ നിരൂപണത്തിന്റെ ഈ വലിയൊരു സവിശേഷതയായിട്ട് എല്ലാവരും വിത്തൗട്ട് എക്സെപ്ഷൻ പറയുന്ന ഒരു കാര്യം തന്നെ രാജഗോപാലിന്റെ നിരൂപണം സാമ്പ്രദായിക നിരൂപണമല്ല. രാജഗോപാല് എപ്പോഴും അതിൽ ഒരുപാട് പോപ്പ് കൾച്ചറിൽ നിന്ന് ഒരുപാട് ബിംബങ്ങളുണ്ട്. കസേര ഒരു വലിയ വിഷയമാണ്. പുതിയ ഏറ്റവും ഇന്നലെ ഇറങ്ങിയ പുസ്തകം കസേരയെ പറ്റിയുള്ള പുസ്തകമായിരുന്നു, ഏറ്റവും പുതിയ പുസ്തകം. അതുപോലെ ഒരുപാട് സാമൂഹ്യ നിരീക്ഷണം, സാമൂഹ്യ ഒബ്ജക്ട്സ്, പോപ്പ് കൾച്ചറിലെ ഒരുപാട് ഒബ്ജക്ട്സ്, അതിന്റെ രാഷ്ട്രീയ വിവക്ഷകൾ അതിഗംഭീരമായി പറഞ്ഞു. നമ്മുടെ നാട്ടുവഴക്കങ്ങൾ, നാട്ടുചൊല്ലുകൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ നിരൂപണത്തിന് ഒരിക്കലും, നമ്മുടെ ഭാഷയിൽ വലിയ നിരൂപണത്തിന് ഒരിക്കലും മുമ്പും പിമ്പും, അതിന് രാജഗോപാലിന് പിമ്പും പറ്റിയിട്ടില്ല, കാലം മുമ്പുണ്ടായിട്ടില്ല, ഒരിക്കലും കയ്യെത്തിക്കാൻ. അപ്പൊ അവിടെയാണ് പ്രഭാകരോട് എനിക്ക് ഒരു എന്താ പറയാ, പ്രഭാകര മാസം പറഞ്ഞത് ശരിയായിരുന്നു. രാജഗോപാലിന്റെ ഇന്നത്തെ ഈ ഒരു ശാഖാചന്ദ്രം കൊണ്ട് മാത്രം സമ്പന്നമായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതാ അങ്ങനെ വരുമ്പോൾ രാജഗോപാലിന്റെ വിമർശനത്തെ സാഹിത്യ നിരൂപണമല്ല, സാമൂഹിക വിമർശനമായിട്ട് വരുന്നു, സാംസ്കാരിക വിമർശനമായി കാണുന്നത്. എനിക്ക് കുട്ടികൃഷ്ണന്മാരുടെ പോലത്തെയുള്ള ഒരു ക്രിയാത്മക വിമർശനമായിട്ടൊരു വളരെ ഒരു ക്രിയേറ്റീവ് പുസ്തകം വായിക്കുന്ന പോലത്തെ ഒരു വിമർശനമായിട്ടാണ് എനിക്ക് എന്റെ പേഴ്സണലായിട്ട്. നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മൾ രാജഗോപാലൻ വേറൊരു ആളുടെ കൃതിയെ പറ്റി, വേറെ ആളെ പറ്റി എഴുതുകയാണെങ്കിൽ അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള എഴുതുക, സർഗാത്മക വിമർശനമായിട്ട് അനുഭവപ്പെടുന്നതാണ് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എഴുതുന്നത്. അപ്പോൾ ഈ ഷാജി ജേക്കബിന്റെ ലേഖനം ഇപ്പോൾ പറഞ്ഞതുപോലെ രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന് പറയുന്ന പുസ്തകത്തെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. അതുപോലെ പലരും പല രീതിയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ അതിസമ്പന്നമായ ഒരു പുസ്തകമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അതില് എന്താ പറയുക, പ്രാദേശികമായ ആധുനികതയെ രാജഗോപാലൻ നിരാസം, അങ്ങനെ ഇപ്പൊ പക്ഷേ പുതിയ പുസ്തകത്തെ പറ്റിയാണ് ഞാൻ വീണ്ടും ചർച്ചയ്ക്ക്. രാജഗോപാലൻ നമ്മുടെ 51 ഇതിൽ മൈക്കിൽ കൂടെ പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും ഞാനത് പറയാനുള്ള സ്വാതന്ത്ര്യം എടുക്കുന്നത്. നമ്മുടെ 51 നോവലുകളുടെ ആദ്യ വാക്യങ്ങളെ പറ്റിയാണ് രാജഗോപാലിന്റെ അടുത്ത പുസ്തകം. അതില് ഖസാക്കിന്റെ ആദ്യത്തെ വാക്യത്തിന്റെ രാജഗോപാലൻ വിശേഷങ്ങൾ അധികം തീരാണ് ഞാൻ പറഞ്ഞതിന്റെ എന്താ പറയുക പരിണാമം സ്പോയിലർ കാരണത്തെന്നാണ് ഇപ്പൊ ഫേസ്ബുക്കിലെ സിനിമാ നിരൂപണത്തിൽ പറയുന്ന വാക്യം. സ്പോയിലർ അർത്ഥം ചെയ്യുന്നില്ല. അങ്ങനെ എന്താ പറയാ, ആധുനികതയെ അങ്ങനെ അടയാളം ഒരു ഒറ്റ വാക്കിൽ നിന്ന് ഖസാക്കിന്റെ ആദ്യ വാക്യത്തിൽ എടുത്തു നിൽക്കുന്ന ആധുനികതയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്കിലൂടെ ആ പുസ്തകം, ആ നോവൽ കൊണ്ടുവന്ന പുതിയ ഒരു വലിയ എന്താ പറയാ, ഒരു ലോകത്തിനെ പറ്റി അതിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ സൂചനയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ആധുനിക ആഭിമുഖ്യം പുലർത്തുമ്പോൾ തന്നെ ഇറക്കുമതി ചെയ്യുന്ന ആധുനികതയെ പറ്റി ഈ രാജഗോപാലൻ ഭയങ്കരമായിട്ട് വലിയ വിചാരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, ഒരുപാട് അടരുകളുള്ള ഒരു വിമർശനമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് ഒരു സാഹിത്യ വിമർശനം എന്നുള്ളത് എനിക്ക് സെക്കൻഡറി ആയിട്ട് വേണമെങ്കിൽ വായിച്ചാൽ പോലും അങ്ങനെ വിചാരിക്കുന്നത്. സാഹിത്യത്തിൽ തൽപരമല്ലാത്ത പോലും സാഹിത്യകൃതികൾ വായിക്കാത്തപ്പോ കുറെ പേര് അങ്ങനെ പാഷനായിട്ട് നടക്കും. ഞാൻ ഫിക്ഷനോട്ട് വായിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പുതിയ ജനറേഷനിലെ പിള്ളേരും ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ ഭയങ്കര ഒരു വലിയൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ പറഞ്ഞു നടക്കും. ഞാൻ ഫിക്ഷൻ വായിക്കാറില്ല, ഫിക്ഷൻ വായിച്ചാൽ എന്തോ മോശമാണെന്നുള്ള സംഭവത്തിൽ പോലെ. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട്, പല വലിയ ചരിത്ര പുസ്തകങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് രാജഗോപാലൻ രേഖപ്പെടുത്തുന്ന വലിയ പല ചരിത്ര പുസ്തകങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് പല ചരിത്ര സന്ദർഭങ്ങളെയും പറ്റിയുള്ള സർഗാത്മക കൃതികളാണ്. നമുക്ക് തന്നെ ഗൾഫിൽ കുടിയേറ്റ പ്രകാരം ഉണ്ടായിട്ടും അതിനെ ചെറിയ രീതിയിലെങ്കിലും അതിനെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത് നമ്മുടെ ആടുജീവിതത്തിൽ. എത്രയോ ആളുകൾ അവിടെ പോയി ജീവിച്ചു, അവർക്ക് ആർക്കും അത് നിരൂപണം ചെയ്യാൻ സാധിച്ചില്ല, അതിന്റെ പഠനങ്ങൾ ഇതിലൊന്നും ഉണ്ടായില്ല. ഒരു ചെറിയ പുസ്തകം ആടുജീവിതം എന്ന് പറയുന്ന നോവലിന് ശേഷം വന്ന് ഏതാനും നോവലുകളും കഥകളും ഒക്കെയാണ് ഗൾഫ് ജീവിതത്തിൽ. അതുപോലെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ നോക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങളെക്കാളും വെളിവാറുന്ന അതിന്റെ സൂക്ഷ്മമായ അടയാളങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് നമ്മുടെ ഈ ഫിക്ഷൻ. അപ്പൊ ഫിക്ഷന്റെ അപ്പൊ രാജഗോപാലൻ ഒരു നോവൽ എഴുതുന്നത് പോലും എനിക്ക് ചോദിക്കുന്നുണ്ട്. കാരണം എല്ലാം കൊണ്ടും എന്താ പറയാ, രൂപം കൊണ്ടും ഭാവം കൊണ്ടും എഴുത്തുകൊണ്ടും സമീപനം കൊണ്ടും ഒക്കെ ചെറുപ്പമായിരിക്കുന്നതാണ്. വലിയ സ്റ്റാമിന വേണ്ട ഒരു പരിപാടിയാണ് നോവൽ എഴുതുന്നത്. ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും നല്ല ഫുട്ബോളും ഫിക്ഷനും വരുന്നത് 2 സ്ഥലത്താണ്, ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലും. ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോളും ഫിക്ഷനും വരുന്നത് ലാറ്റിൻ അമേരിക്കയിലും
യൂറോപ്യൻ ഫുട്ബോൾ. അത് കാരണം എന്ന് വെച്ചാൽ ഇതിന് രണ്ടിലും നല്ലോണം സ്റ്റാമിന വേണം. ചിലരെല്ലാം ഈ നോവൽ എഴുതാൻ ഫുട്ബോൾ കളിക്കാനും വിശേഷമായ സ്റ്റാമിന വേണം. അപ്പൊ ഈ 2000 കേരളത്തിലെ ഇറച്ചിക്കോഴി ഭയങ്കരമായിട്ട് വ്യാപകമായി. അതുകൊണ്ട് തന്നെ ഒരു സമീപകാലത്ത് ഇന്ത്യ വേൾഡ് കപ്പിൽ ക്വാളിഫയിങ് റൗണ്ടിൽ കയറുന്നതായിരുന്നു. അപ്പൊ ഇറച്ചിക്കോഴി ഇപ്പൊ രാജഗോപാലിന്റെ രീതിയിലുള്ള നിരൂപണമുണ്ട്. ഞാൻ രാജഗോപാലിനെ വായിച്ചപ്പോൾ കിട്ടിയ നിരൂപണം, അതായത് 2000 ആണ് എനിക്ക് ഓർമ്മ പണ്ടൊരു നാടൻ കോഴി വന്നിട്ട് കുറെ പച്ചക്കായും മറ്റേ ഉരുളക്കിഴങ്ങൊക്കെ വെട്ടി നീട്ടി വെക്കും. ഒരു വീട്ടിൽ കഴിക്കാൻ തന്നെ 6-7 പേരുണ്ടാവും. ഇപ്പൊ അങ്ങനെ വെച്ചാൽ ഒരു വീട്ടിൽ കഴിക്കാൻ 3 പേരുണ്ടാവുള്ളൂ. വലിയൊരു കോഴി നമ്മൾ ബോയിൽ ചിക്കൻ കഴിക്കുക, പ്രോട്ടീൻ ആവശ്യമുള്ള കിട്ടിയ. അപ്പൊ അതുകൊണ്ട് രാജഗോപാൽ രീതിയിലുള്ള ഒരു സ്വാമിക നിരൂപണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫിക്ഷൻ എഴുതാനും ഫുട്ബോൾ കളിക്കാനും ഇന്ത്യക്കാർക്കും മലയാളികൾക്കും സ്റ്റാമിന തുടങ്ങിയിട്ടുണ്ട് ചിക്കന്റെ ഓരോന്നും. അതുകൊണ്ട് രാജഗോപാൽ സീരിയസ് ആയിട്ട് അങ്ങനെ പറയാമോ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും രാജഗോപാലിന് ഒരുപാട് നോവലുകളിലെ ആദ്യവാക്യങ്ങൾ മാത്രമല്ല എല്ലാ വാക്യങ്ങളും വായിക്കുകയും അതിന്റെ എന്താ പറയാ എഴുതാപ്പുറങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കവിയായ ടി.പി. രാജീവൻ നോവൽ എഴുതിയപ്പോൾ മലയാളത്തിലെ ആധുനിക ഉത്തരാധുനിക നിയമങ്ങളുടെ തുടക്കം തന്നെ എന്റെ അഭിപ്രായത്തില് മലയാളത്തിലേക്ക് പുതിയ ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷിന്റെയും സന്തോഷ് കുമാറിന്റെയും പുതിയ നോവലുകളുടെ ഒരു തുടക്കം എന്ന് പറയാവുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നോവൽ വായനക്കാരൻ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ടി.പി. രാജീവൻ. അത്രകാലം കവിയും സാമൂഹിക വിമർശനായിട്ട് ടി.പി. രാജീവൻ അദ്ദേഹത്തിന്റെ താരതമ്യേന ഒരു വയസ്സുകാലത്ത് എന്ന് പറയുന്ന സമയത്ത് എഴുതിയ നോവലുകളാണ് നമ്മുടെ എനിക്ക് പുതിയ നോവലിനെ ഭയങ്കരമായിട്ട് ഉണർത്തി അതിനെ പുതിയ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് രാജഗോപാലിനോട് നാടകം എഴുതി ഫിക്ഷന്റെ ഒരു ബ്രാഞ്ചിൽ കഴിവ് തെളിയിച്ചിട്ടാണ് അദ്ദേഹം നോവൽ എഴുതുന്ന കാര്യം പരിഗണിക്കണമെന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. രാജഗോപാലിന്റെ ഭാര്യ വളരെ ടീച്ചറോട് മക്കൾ എവിടെയെങ്കിലും പോകുന്നു, അവരെ അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. കാരണം ഇത് ഒരു വലിയ നേട്ടമാണ്. 50ഓളം പുസ്തകങ്ങളായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയും രചനകളെയും പറ്റി എടുത്ത ഒരു പുസ്തകം ഇന്ന് ഇറങ്ങി ഇവിടെ. അത് ഒരു തരത്തിലും എന്റെ കൈകൊണ്ട് ഇറങ്ങാൻ പാടില്ലാത്തതാണ്. എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. ഈ ഫിനോമിന ഞാൻ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അതിന്റെ ഒരു എല്ലാ ക്രെഡിറ്റും അതിന്റെ വലിയ ക്രെഡിറ്റ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആരെ കിട്ടാത്തതുകൊണ്ട് തന്നെ വിളിച്ചാലെന്ന് വളരെ സാന്ദർഭികമായിട്ട് പറയാൻ തന്നെ രാജഗോപാലിനോട് പറഞ്ഞു. രാജഗോപാലിന്റെ മകനാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തതെന്ന്. ഈ പുസ്തകത്തിനെ പറ്റി കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഞാനിതിൽ യുപിയുടെ അരങ്ങേറ്റം എന്നൊരു അധ്യായം എഴുതിയിരിക്കുന്നത്. കർണന്റെ അരങ്ങേറ്റം എന്ന് പറയുന്ന മാരാരെ അനുകരിച്ച് എഴുതിയ തലക്കെട്ടാണ്. അപ്പൊ ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കാലടിയിലെ സാഹിത്യ ക്യാമ്പില് എല്ലാവരും കഥകളും കവിതകളുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് നിരൂപണമായിട്ട് വന്നത്. അപ്പൊ അത് തന്നെ രാജഗോപാലിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ സ്ഥാനം വലിയൊരു നിരൂപണം. അല്ലെങ്കിൽ 20 രാജഗോപാലിനും 18 ഞാനും കൂടി അവിടെ വെച്ച് കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇടശ്ശേരിയുടെ കവിതയെ പറ്റിയിട്ടുള്ള ഒരു 16 പേര് നീണ്ട ഒരു ലേഖനം എഴുതുന്നത്. അതിന്റെ ഒരു ബോധം തലക്കെട്ട് ഇടശ്ശേരിയെ അറിയുക എന്നായിരുന്നു. നിങ്ങൾക്കാർക്കും ഇടശ്ശേരി അറിഞ്ഞൂടെ, എനിക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. ഇടശ്ശേരി അറിയുക എന്നിട്ടുള്ള ഒരു ബോധം ടൈപ്പായിരുന്നു. രാജഗോപാലിന്റെ ടൈപ്പിലായിട്ട് അങ്ങനെ അറിയാം. രാജഗോപാലിന്റെ നിരൂപനായി പറഞ്ഞ ആളാണ്. എം.ടിയുടെ നിർമ്മാല്യം എന്ന സിനിമ ആധാരമാക്കിയ കഥയുണ്ട്. പള്ളിവാളും കാഴ്ചനെ പറ്റിയുള്ള ഒരു ഒറ്റക്കഥാ നിരൂപണം. നമ്മുടെ കാലത്ത് കുഞ്ഞു പയ്യനായിരുന്നപ്പോൾ എഴുതിയ മനോഹരമായ ഒറ്റക്കഥാ നിരൂപണം. യാഥാർത്ഥ്യത്തിന്റെ ആതിഥ്യം. ഇപ്പോഴും അതിന്റെ ബ്യൂട്ടി എത്ര വർഷങ്ങളാണ് ഞാൻ ഓർത്തിട്ടും അതിന്റെ ബ്യൂട്ടി ഇപ്പോഴും ആ തലക്കെട്ടിന്റെ ബ്യൂട്ടി മനോഹാരിത ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. യാഥാർത്ഥ്യത്തിന്റെ ആതിഥ്യം ഇംഗ്ലീഷിലാകുമ്പോൾ കവിത തുളുമ്പുന്ന അദ്ദേഹത്തിന്റെ ഒരു നിരൂപണത്തിന്റെ വിത്തായിട്ടാണ് ഞാൻ ആ നിരൂപണത്തെ ആ ടൈറ്റിലെ തന്നെ കാണുന്നത്. പിൽക്കാലത്ത് രാജഗോപാലിന്റെ എഴുത്തിന്റെ ബഹുഭൂരിപക്ഷവും വായിച്ച് ഓരോ പുസ്തകങ്ങളും നാടകവും എല്ലാം വായിച്ചപ്പോൾ നേരിട്ടുള്ള സാഹിത്യ നിർമ്മാണം ഒരുപാട് കൃതികളായിട്ടുണ്ട്. അതിനെ നിർത്താക്കി വെച്ചാൽ അതിനെ പറ്റിയുള്ള പഠനങ്ങൾ ഇതിൽ അധികമില്ലെന്ന് തോന്നുന്നു അല്ലേ? അധികമില്ല. അപ്പൊ 3-4 യാത്ര സൂചനകളുണ്ട്. എങ്കിലും എനിക്ക് ഈ പുസ്തകം അടുത്ത പതിപ്പ് വരുമ്പോൾ അങ്ങനെ കൂടി വിപുലീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധാരണക്കാരായ വായനക്കാരെ കൊണ്ട് അത്തരം പുസ്തകങ്ങൾ വായിക്കും. സാഹിത്യ തലപ്പുറല്ലാത്ത ഒരുപാട് വായനക്കാരുണ്ട്. അവരെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ യാത്ര ചന്ദേര ഹാ, നമ്മുടെ ഹാ പുസ്തകം ചന്ദേര ഹാട്ടിന്റെ ടിക്കറ്റിൽ ചന്ദേര ഹാ എന്നാണ് എഴുതുന്നത്. അപ്പൊ അത് അദ്ദേഹം ഫേസ്ബുക്കിൽ ആദ്യം എഴുതി. അപ്പൊ അതിനെപ്പറ്റി വിശദമായിട്ട് ഒരു പുസ്തകം തന്നെ വന്നു. അതായത് ചന്ദേര ഹാട്ടിന്റെ അതുപോലെ
കസയെ പറ്റി ഇന്നലെ ഇറങ്ങിയ പുസ്തകം, പിന്നെ നടത്തങ്ങളെ പറ്റി മനോഹരമായ മനോരമ ബുക്സ് ഇറങ്ങിയ പുസ്തകം, നടത്തങ്ങളെ പറ്റി പുസ്തകത്തിന്റെ കവർ തന്നെ വളരെ അത്തരമുള്ള പുസ്തകങ്ങളെ പറ്റി കൂടിയുള്ള ഒരു വെച്ച് പരിഷ്കരിക്കാൻ പറ്റണം. എനിക്ക് വലിയ അഭിപ്രായം. ഞാൻ ഇതുപോലത്തെ പുസ്തകങ്ങൾ വളരെ അപൂർവമായിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോലും കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു പുസ്തകമാണ് എസൻഷ്യൽ ഹെമിംഗ്വേ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം എനിക്ക് നൽകിയത്. കൈവശം എന്ന് പോയി. അത് ഇതുപോലൊരു ബുക്കുമായിരുന്നു. ഹെമിംഗ്വേയെ പറ്റി ഒരുപാട് പേര് എഴുതിയിരിക്കുന്നു. ഹെമിംഗ്വേയുടെ കുറെ എസൻസ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ഇപ്പൊ ഈ രാജമാരുടെ ഉൾക്കഥ തന്നെ അതിന്റെ ആദ്യത്തെ പാര എന്ന് പറയുന്നത് ആ കഥയിലെ ഒരു പാരഗ്രാഫായിരിക്കും. ഉൾക്കഥ എന്ന് വായിച്ചാൽ അറിയാം. ഈ 49 കഥകളിലെയും ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിൽ എഴുതിയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലെ രാജഗോപാലിന്റെ എസെൻഷ്യൽ റൈറ്റിംഗിന്റെ സജയ് അതിനെപ്പറ്റി പറയുന്നു. സജയ് പരാമർശിക്കുന്ന അതുപോലെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട രാജഗോപാലിന്റെ ഒരു 5 or 10 മാസ്റ്റർ പീസ് കൂടി ചേർക്കണം. ഞാൻ നേരത്തെ കഥ ഇറങ്ങാൻ പോകുമ്പോൾ അതിൽ കഥകൾ ചേർക്കണം എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൽ ഒരു എസെൻഷ്യൽ രാജഗോപാൽ, എസെൻഷ്യൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഒരു എസെൻഷ്യൽ രാജഗോപാലിനെ പോലെ ഒരു രാജഗോപാലിന്റെ 10 രചനകൾ കൂടി ഇതിൽ ചേർക്കണം. അതുപോലെ രാജഗോപാലൻ നോവൽ എഴുതാൻ കാര്യം ആലോചിക്കണം. ഉറപ്പായിട്ടും ടീച്ചറൊക്കെ പിന്തുണ നൽകുന്ന പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് എഴുത്തുകാരുടെ നാട്ടിൽ വന്നതെന്ന് പ്രസംഗിക്കുന്ന ഈ അധിക പ്രസംഗത്തിന് നിങ്ങൾക്ക് മാപ്പ് വരണം. കുഞ്ഞിരാമനായ സ്ഥലമായതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണുമൂട്ടി അറിയിപ്പിച്ചത്. ഞാൻ പലവട്ടം വായിച്ചാണ് അദ്ദേഹത്തിന്റെ ആത്മകഥകളും കവിതകളും. ഒരിക്കലും രാജഗോപാലിന്റെ പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പോലെ തന്നെ പക്ഷെ അതിനേക്കാൾ വലിയ പാഷനോടുകൂടി ഇപ്പൊ കിട്ടാനില്ല പല പുസ്തകങ്ങളും. അപ്പോൾ ഒരുപാട് പുസ്തകം പഴയതൊക്കെ ആയിട്ട് ഒരു 10-20 പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ട്. കുഞ്ഞിരാമനായരുടെ കവിതകൾ ഇടയ്ക്ക് ഓർക്കായ ഒറ്റയ്ക്ക് ചൊല്ലുന്ന തോണിക്കുതിരയിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ട കന്യാകുമാരി പോലുള്ള ഒരുപാട് പ്രിയപ്പെട്ട കവിതകളുണ്ട്. അപ്പൊ രാജഗോപാലിനെ പരിചയപ്പെട്ട സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ ഓർക്കുന്നു ഈ ഒരു രാജ ബന്ധുവാണെന്ന് പറഞ്ഞു. എനിക്ക് ഒരു മനുഷ്യനോട് ആ ആരാധന തോന്നുന്നത് അതിൽ വലിയൊരു അടയാള സൂചി വേണം. അടയാള സൂചികളെ പറ്റി അങ്ങനെ എന്താ പറയാ, കൈകേയി സുന്ദരയോട് പറയുന്ന പോലെ ബഹുകാര്യവെക്കലാണ് രാജഗോപാൽ. അപ്പം ഒരിക്കൽ കൂടി പ്രഭാരം മാഷിനോട് പറയാനുള്ളതാണ് എനിക്ക്. രാജഗോപാൽ ബഹുകാര്യവെക്കലാണ്. അദ്ദേഹത്തിന്റെ എഴുത്തിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈ ബഹുകാര്യ വെക്കരുതാണ്. 2 എഡിറ്റർമാർക്ക് ഒന്നും പിടിച്ചാൽ പോരാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വലിയ ഒരു ബഹുകാര്യ വെക്കുന്ന അത് ഈ നാട്ടുകാർക്കുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അറിയുന്നവർക്കൊക്കെ ഉണ്ട്. കുറച്ചുപേരെ ഇവിടെ ഞാൻ കണ്ടു. ഒരുമിച്ച് ഞങ്ങൾ ബാലമത്തിയിൽ എഴുതിയിരുന്ന ശ്രീദേവിക്ക് ഉണ്ട്. ബാലമത്തിയിൽ ഒരുമിച്ച് ഞങ്ങൾ എഴുതുന്ന ശ്രീദേവി ഇപ്പോൾ പൈന് കോളേജിൽ മാഷായിട്ട് റിട്ടയർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ എൻ്റെ പഴയ ദുബായ സുഹൃത്ത് ഫ്രണ്ട്, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു പുസ്തകം അനർഹമായ കൈകൊണ്ട്